അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ തുടരെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന സിനിമയിലും അദ്ദേഹം ഇതിലും ഗംഭീരമായുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ മമ്മൂട്ടി എന്ന നടൻ തുടരെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന നടൻ കേരളത്തിലെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള ഏറ്റവും അധികം ബഹുമാന്യനായിട്ടുള്ള ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഒരുപാട് സ്വാധീനം, അതായത് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും വിധത്തിൽ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ചോദ്യമായിട്ട് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ എന്ത് തന്നെയായാലും മമ്മൂട്ടി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സിനിമയുടെ ഭ്രമം, അദ്ദേഹത്തിൻ്റെ ഈ 72ാമത്തെ വയസ്സിലും സിനിമയോടുള്ള ഭ്രമം അവസാനിച്ചിട്ടില്ല. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ടുള്ള ഒരു നടനാണ്. ഓരോ ദിവസവും പുതിയ പരീക്ഷണങ്ങൾ, അഭിനയത്തിൽ പുതിയ മികവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഏത് വിധത്തിലുള്ള റോളും ചെയ്യാൻ സന്നദ്ധനായിട്ട് നടക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറാവുന്നത്. അദ്ദേഹം ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ദൈർഘ്യം നോക്കുന്നില്ല. ആ സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഡെപ്ത്, അത് മമ്മൂട്ടി എന്ന നടനെ എത്രത്തോളം വളർത്താൻ സഹായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മമ്മൂക്ക ഈ സമീപകാലത്ത് മാത്രമല്ല നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പല ഘട്ടത്തിൽ അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള മമ്മൂട്ടി സിനിമകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചുമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുള്ള വില്ലൻ വേഷങ്ങളും അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ അവലോകനമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം തൊട്ട് ഈ വർഷം വരെ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള വില്ലൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൗണ്ട് ഡൗൺ ആണ്. സോ ഒട്ടും സമയിക്കാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ. നമ്പർ 10, പടയോട്ടം. 1982 ജിജോ പുന്നോസ് സംവിധാനം ചെയ്ത പടയോട്ടം എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയുടെ നെഗറ്റീവ് വേഷം മലയാളികൾ ആദ്യമായി കാണുന്നത്. പ്രേം നസീർ, മധു എന്നിവർ നായകന്മാരായി അഭിനയിച്ച ഈ ഇതിഹാസ ചിത്രത്തിൽ മമ്മൂട്ടി കമരൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരുന്നത്. കോലത്തിരി രാജയുടെയും രാജകുമാരന്മാരുടെയും എതിരെ നിൽക്കുന്ന കമരനായി മമ്മൂട്ടി തകർത്തപ്പോൾ ആദ്യമായി മമ്മൂട്ടിയുടെ മകനായി മോഹൻലാലും ഈ സിനിമയിൽ അഭിനയിച്ചു. നമ്പർ 9, കാണാതായ പെൺകുട്ടി. 1985 റിലീസായ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ ചിത്രത്തിൽ മമ്മൂട്ടി പ്രതിനായക വേഷത്തിൽ തന്നെയാണ് അഭിനയിച്ചതെന്ന് പറയാം. ഈ സിനിമയിൽ നായകനായ ഭരത് ഗോപിയുടെ ഭാര്യയായ ജയഭാരതിയുടെ കാമുകനായാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിച്ചത്. മമ്മൂട്ടിയുടെ കഥാപാത്രമായ രാംമോഹനും ജയഭാരതിയുടെ കഥാപാത്രമായ ഭവാനിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം കാണാനിടയായ ഗോപിയുടെ മകൾ അവരാൽ കൊല്ലപ്പെടുന്നതായാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. നമ്പർ 8, കൂടെവിടെ. പത്മരാജൻ്റെ സംവിധാനത്തിൽ സുഹാസിനിയെ നായികയാക്കി 1983 റിലീസായ ചിത്രത്തിലാണ് മലയാളികൾ മമ്മൂട്ടിയുടെ ഗ്രേ ഷെയ്ഡായിട്ടുള്ള കഥാപാത്രത്തെ കണ്ടത്. സുഹാസിനി അവതരിപ്പിച്ച സ്കൂൾ ടീച്ചറുടെ കാമുകനായ ക്യാപ്റ്റൻ തോമസായാണ് മമ്മൂട്ടി അഭിനയിച്ചതെങ്കിലും പ്രൊട്ടാഗണിസ്റ്റായ റഹ്മാൻ അവതരിപ്പിച്ച രവിയെ കൊന്നവനാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. തൻ്റെ ഫിയാൻസെയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ അസൂയയും അമർഷവും തോന്നുന്ന വില്ലൻ കഥാപാത്രമായി മമ്മൂട്ടി ഈ സിനിമയിൽ തകർത്തഭിനയിച്ചു. നമ്പർ 7, എബ്രഹാം അസ്ലർ. 3 കൊലപാതകങ്ങൾ ചെയ്ത് 4മതൊരാളെ കൊല്ലാനുള്ള വിഷം കുത്തിവെച്ച ക്രിമിനലായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ജയറാം അവതരിപ്പിക്കുന്ന ഒസ്ലറിനെ കുഴപ്പിക്കുന്ന ബുദ്ധിമാനും കൗശലക്കാരനുമായ MBBS വിദ്യാഭ്യാസമുള്ള അലക്സാണ്ടർ എന്ന വില്ലനായി മമ്മൂട്ടി മലയാളി പ്രേക്ഷകരുടെ കയ്യടി വാങ്ങി. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഈ ജയറാം ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് കാരണമായത്
അലക്സാണ്ടറായി മമ്മൂട്ടി അഭിനയിച്ചത് തന്നെയാണ്. നമ്പർ 6 മുന്നറിയിപ്പ്. ഇരട്ടക്കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിച്ചത്. CK രാഘവൻ എന്ന കുറ്റവാളി താൻ ആ കൊല ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു നടക്കുന്നവനാണ്. 20 വർഷമായി ജയിലിൽ കഴിയുന്ന CK രാഘവൻ്റെ നിഗൂഢതയും നിരപരാധിത്വവും ക്രൂരതയുമെല്ലാം വിദഗ്ധമായി മമ്മൂട്ടി അഭിനയിച്ചു പ്രതിഫലിപ്പിച്ചു. ഉണ്ണിയാറിൻ്റെ രചനയിൽ വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് റിലീസായത് 2014 നമ്പർ 5 പുഴു. മമ്മൂട്ടി ആദ്യമായി ഒരു സ്ത്രീ സംവിധായകയുടെ സിനിമയിൽ അഭിനയിച്ച പുഴുവിൽ മനസ്സ് നിറയെ പുഴുവരിക്കുന്ന ജാതിവെറി പേറി നടക്കുന്ന കഥാപാത്രമായാണ് അദ്ദേഹം അഭിനയിച്ചത്. തൻ്റെ സഹോദരി താഴ്ന്ന ജാതിക്കാരനെ വിവാഹം കഴിച്ച് ഗർഭിണിയായിരിക്കെ അവളെയും ഭർത്താവിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ക്രൂരത മമ്മൂട്ടി തൻ്റെ അഭിനയസിദ്ധി കൊണ്ട് അനായാസം അവതരിപ്പിച്ചെങ്കിലും ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ സിനിമയായിരുന്നു ഇത്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാതെ ഡയറക്റ്റ് OTT വഴിയാണ് പുഴു റിലീസ് ചെയ്തത്. നവാഗതയായ റത്തീന സംവിധാനം ചെയ്ത ഈ സൈക്കോളജിക്കൽ ത്രില്ലർ സോണി ലിവ് വഴി 2022 റിലീസ് ചെയ്തിരുന്നത്. നമ്പർ 4 ഭ്രമയുഗം. മമ്മൂട്ടിയുടെ മുഖം കാണിച്ച് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ തന്നെ മലയാള സിനിമാ ലോകം ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ വില്ലൻ പരിവേഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയതാണ്. പിന്നീട് ടീസർ റിലീസായപ്പോൾ ആ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവങ്ങൾ, ആ ചിരി, ഇതെല്ലാം കണ്ടു തന്നെ ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നതാണെന്ന സൂചന ലഭിച്ചു. ഭൂതകാലത്തിൻ്റെ സംവിധായകനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 3 റോഷാക്ക്. തൻ്റെ സമ്പത്ത് മോഷ്ടിക്കുകയും തൻ്റെ ഭാര്യയെ കൊല ചെയ്യുകയും ചെയ്ത യുവാവിനോടുള്ള പ്രതികാരം ചെയ്യാനായി തുനിഞ്ഞിറങ്ങുന്ന ലൂക്ക് ആൻ്റണി എന്ന സൈക്കോ ക്യാരക്ടർ മമ്മൂട്ടി ചെയ്തപ്പോൾ അത് അഭിനേതാക്കൾക്കുള്ള മറ്റൊരു പാഠപുസ്തകം പോലെയായി. മരണപ്പെട്ടുപോയ തൻ്റെ ശത്രുവിൻ്റെ പ്രേതത്തോട് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് പ്രിയപ്പെട്ടതിനെയൊക്കെ നശിപ്പിക്കുന്ന റോഷാക്കിലെ ലൂക്ക് ആൻ്റണിയിലൂടെ നമ്മൾ അന്നുവരെ കാണാത്ത മറ്റൊരു മമ്മൂട്ടിയെ കണ്ടു. നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയം നേടിയ നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ റിലീസായത് 2022 നമ്പർ 2 പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കൊലപാതകത്തിൻ്റെ കഥ സിനിമയാക്കിയപ്പോൾ അതിൽ കൊലപാതകിയായി അഭിനയിച്ചത് മമ്മൂട്ടി തന്നെ. മമ്മൂട്ടി 3 വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ അഹമ്മദ് ഹാജി എന്ന കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയിലെ വില്ലത്തരങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്. രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ മിസ്റ്ററി ത്രില്ലർ സിനിമ റിലീസായത് 2009 ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മമ്മൂട്ടിക്ക് ഈ സിനിമയിലെ പ്രകടനം നേടിക്കൊടുത്തു. നമ്പർ 1 വിധേയൻ. മമ്മൂട്ടി എന്ന നടനിലെ ഡെവിൾ എക്സ്പ്രഷൻ മലയാളികൾ ആദ്യമായി കണ്ടത് ഈ ചിത്രത്തിലൂടെയാണ്. ഈ സിനിമയിലെ ഭാസ്കർ പട്ടേലർ എന്ന ജന്മയുടെ ആർത്തിയും ആസക്തിയും പൈശാചികതയും ക്രൂരതയുമെല്ലാം നോട്ടത്തിലും ഭാവത്തിലും ചലനത്തിലും ശബ്ദ ക്രമീകരണത്തിലും എന്നുവേണ്ട ഒരു അഭിനേതാവ് ഒരു കഥാപാത്രത്തെ പൂർണ്ണമായും പ്രേക്ഷക മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന രീതിയിലുള്ള പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത്. വിഖ്യാത ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയനിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് അദ്ദേഹത്തിന് 1994 മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ ലഭിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടുള്ള
ഏറ്റവും മികച്ച നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ. ഇതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ന്യൂസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.